നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ജിജിൽ സാറിനെയാണ്. സോ ജിജിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 18+ ഇയേഴ്സ് ആയിട്ട് നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ ഇപ്പൊ കറന്റ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കാലിഫോർണിയയിലാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സിസ്കോ സർട്ടിഫിക്കേഷൻ ഹോൾഡർ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം. ലൈക്ക് എന്ത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. വെരി വാം ഗുഡ് മോർണിംഗ് ടു യു. Hello. Sorry to interrupt you, madam. Is the session is in English or Malayalam? The session is in English or Malayalam? You can ask your doubts in English. No. The session will be on which language I'm asking? സർ എനിക്ക് തോന്നുന്നു ലൈക്ക് അവർക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവർക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിക്കാം. ലൈക്ക് നമുക്ക് മലയാളീസ് ആണ് പ്രോബ്ലി കൂടുതൽ നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ആണല്ലേ? ഓക്കെ. സോ സെഷൻ മലയാളത്തിൽ തന്നെ പോരെന്നല്ല അങ്ങനെയാണെങ്കിൽ? മതി മലയാളത്തിൽ മതി. കാരണം നമുക്ക് ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ കറന്റ് ഇവിടെ ഇൻഫോ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളും സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് മലയാളം ആയിരിക്കും തോന്നുന്നു. ഓക്കെ. സോ അങ്ങനെ ഞാൻ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ എൻ്റെ പേര് ജിജിൽ. ഞാൻ കോഴിക്കോടാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കാലിഫോർണിയയിലാണ്. നമ്മുടെ ഇവിടെ ഒരു സിറ്റി ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ക്യാൻസർ സെൻറ്റർ ഉണ്ട്. ക്യാൻസർ സെൻറ്ററിൻ്റെ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ. സെയിം കമ്പനിയിൽ ഞാനിപ്പം ഒരു കൊല്ലമായിട്ടുള്ളൂ ഇപ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്. അതിൻ്റെ മുന്നേ സെയിം കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈ കോൺട്രാക്റ്റ് ആയിരുന്നു. സോ ഫ്രം കോൺട്രാക്ട് ഐ എം ഡയറക്ട്ലി ഇപ്പം ഡയറക്റ്റ് എംപ്ലോയി ആയി മാറിയതാണ്. ഇപ്പോൾ 1 ഇയർ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. അതിൻ്റെ മുന്നേ ഞാൻ നാട്ടിലായിരുന്നു. മീൻസ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, NTT ഡാറ്റ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ഡയമെൻഷൻ ഡാറ്റ എന്ന് പറയും മുന്നേ. സിസ്കോൻ്റെ പ്രീമിയം പാർട്ട്ണറാണ്. ആ കമ്പനി വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ കമ്പനിയിൽ ഞാൻ ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് എനിക്ക് ടാറ്റ കമ്മ്യൂണിക്കേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞാൻ വോഡാഫോണിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. അതിൻ്റെ മുന്നേ ആണെങ്കിൽ ഞാൻ നാട്ടിൽ കോഴിക്കോട് വർക്ക് ചെയ്തത് ഏഷ്യാനെറ്റ് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ പ്രൊഫൈൽ ഇരിക്കുന്നത്. സോ ടോട്ടൽ 15+ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. സോ എൻ്റെ അടുത്ത് ബേസിക്കലി പറഞ്ഞത് എങ്ങനെയാണ് ഞാനിപ്പം CCIയിലേക്ക് വന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാം, ഇതിനെയൊക്കെ പറ്റിയുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രൊഫൈലിലേക്ക് വന്നേക്കുന്നതെന്നുള്ള വെച്ചാൽ, ഞാൻ ഫസ്റ്റ് CCNA കഴിഞ്ഞായിരുന്നു. CCNA കഴിഞ്ഞത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. കോഴ്സ് കഴിഞ്ഞു. ദെൻ കാലിക്കറ്റ് വെച്ചിട്ട് തന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്തു. ദെൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു. ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്ത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്യൂട്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ CCNA ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കാലം. സോ അത് എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തു ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്ലിയർ ആയിരിക്കും. നമ്മൾ എന്താ പഠിപ്പിക്കുന്നത് നല്ല ക്ലിയർ ആയിരിക്കും. നമുക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ നിങ്ങളൊരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഈസി ടു ക്രാക്ക് എ ഇൻ്റർവ്യൂ. അപ്പം ആ രീതിയിൽ എനിക്ക് ഏഷ്യാനെറ്റിൽ ഡയറക്റ്റ് ജോലി കിട്ടിയായിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 3.5 ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു. ലൈക്ക് TL ആയിരുന്നു. ഞാനിവിടെ കാലിക്കറ്റ് റീജിയൻ മീൻസ് തലശ്ശേരി, കാലിക്കറ്റ്, പെരിന്തൽമണ്ണ ഈ റീജിയൻ്റെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. ദെൻ സഡൻലി ഒരു CCNP ഞാൻ അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ചെയ്തു. സോ നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ CCNA, CCNP ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള അങ്ങനെയാണ്. CCNA, CCNP, CCI എന്നുള്ള പ്രൊഫൈലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഐ ജസ്റ്റ് തോട്ട് ലൈക്ക് ടു കംപ്ലീറ്റ് CCNA, CCNP ബിക്കോസ് ഐ നെവർ പ്ലാൻ ഫോർ എ CCI. ഓക്കെ. സോ CCNA കഴിഞ്ഞു, CCNP കഴിഞ്ഞു, എൻ്റെ നെറ്റ്വർക്കിങ്ങിൻ്റെ പഠിത്തം കഴിഞ്ഞു. സോ I was just like a comfort zone, like in Asianet. സോ സഡൻലി ഒരു ദിവസമാണ് എനിക്ക് തോന്നി, ഓക്കെ എന്നാൽ CCI എന്തുകൊണ്ട് ചെയ്തുകൂടാ. സോ അതുകൊണ്ടാണ് ഞാൻ CCI ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. സോ അതിൽ തന്നെ ഇപ്പം റണീഷ് സാറൊക്കെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
ഞാൻ ഇനീഷ്യലി ഇറങ്ങിയത് CCA ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേണ്ട സപ്പോർട്ട് കിട്ടിയില്ല. സോ അവിടെയാണ് റിനീഷ് സാർ എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. സോ അവിടെ നിന്നാണ് ഞാനിപ്പം റിനീഷ് സാറിൻ്റെ ക്യാമ്പസിൽ ജോയിൻ ചെയ്യുന്നത്. സോ ഒരുപാട് സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് റിനീഷ് സാറ് ഒരുപാട് എനിക്ക് ഏതൊക്കെ പോർഷൻസ് മിസ്സായോ അതൊക്കെ ആ സമയത്തുള്ള നല്ല ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. ആ സമയത്തും റിനീഷ് സാറും ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇൻഫോ ക്യാമ്പസിൽ എത്തുന്നത്. സോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം CCI ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്തു. വെരി ഡിഫിക്കൽട്ടാണ് CCI ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൽ എളുപ്പ വഴി ഉണ്ടോയെന്ന് വെച്ചാൽ വഴിയില്ല. CCI ക്രാക്ക് ചെയ്യണമെങ്കിൽ പഠിക്കുന്നത് വേണം. സോ അതാ എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമുക്കിപ്പം CCI നമുക്ക് ഡംസ് വെച്ച് പാസ്സാവുന്നു എന്നുള്ളതിൽ കാര്യമല്ല. കാരണം നമ്മൾ ഡംസ് വെച്ചാൽ പാസ്സാവും. പക്ഷേ നമുക്ക് ആ പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസും പഠിച്ചിട്ടുള്ള വിവരവും കിട്ടണമെങ്കിൽ നമ്മളിരുന്ന് കീപ്പ് ഓൺ ട്രൈങ് ചെയ്യാതിരിക്കണം. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലായിരുന്നു CCI. ദെൻ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. സോ ഞാനിപ്പം CCI ആ സമയത്ത് എൻ്റെ പേര് റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് എന്നായിരുന്നു. ഇപ്പം അതിൻ്റെ പേരൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് അതിന് വലിയ അറിയില്ല. സോ റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞതിൽ CCI ഞാൻ ക്ലിയർ ചെയ്തു. 28,000 ആയിരുന്നു റാങ്ക്, മീൻസ് അന്നത്തെ നമ്പർ. ബിക്കോസ് ഓഫ് ദ CCI I got job in in Chennai, Tata Communication. ടാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ വോഡഫോണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു ഓൾമോസ്റ്റ് 2 years. ദെൻ അവിടുന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്തു, ഡയമെൻഷൻ ഡാറ്റയിൽ ജോയിൻ ചെയ്തു ബാംഗ്ലൂർ. അവിടെ ഞാൻ ഓൾമോസ്റ്റ് 8 years വർക്ക് ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തത് സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ L2 ആയിരുന്നു. ദെൻ ആഫ്റ്റർ സർട്ടൺ ടൈം ഐ മൂവ് ടു പ്രൊജക്ട് ടീമിൽ നിന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു. ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. ഡ്യൂറിങ് ഈ സമയത്താണ് എനിക്ക് നെക്സ്റ്റ് CCIയും കൂടി എടുത്താവുന്ന പ്ലാൻ ഉണ്ടായിരുന്നത്. സോ ഐ കംപ്ലീറ്റഡ് CCI ഡാറ്റാ സെൻറ്റർ. അത് എൻ്റെ പ്രൊഫൈലിൽ നല്ല ബൂസ്റ്റ് ചെയ്തു. മീൻസ് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത ഡയമെൻഷൻ ഡാറ്റയിൽ ഈ പ്രൊഫൈൽ എനിക്ക് നല്ലതായിട്ട് എഫക്റ്റ് ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത മോസ്റ്റ് ഓഫ് ദി പ്ലേസ് ഡാറ്റാ സെൻറ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഡിസൈൻ, പ്ലാനിങ് ഇതിലൊക്കെ വർക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്കത് നല്ലൊരു ഗുണം ചെയ്തു. സോ അവിടുന്ന് ഞാൻ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയറായി, നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റായി, സീനിയർ നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റായി. അവിടെ നിന്നാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇൻഫൈനൈറ്റ് എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ നേരെ സീനിയർ ലീഡായിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. മീൻസ് ഇറ്റ്സ് അസിസ്റ്റൻറ്റ് മാനേജർ പൊസിഷൻ ആയിരുന്നു. ദെൻ വിത്തിൻ 1 year ഐ ഗോട്ട് പ്രൊമോഷൻ, മാനേജറായി പ്രൊമോട്ട് ചെയ്തു. ദെൻ അവിടുന്ന് തന്നെ ഞാൻ ഡയറക്റ്റ് US എനിക്ക് വിസ കിട്ടി. ദെൻ അവിടുന്ന് ഞാൻ നേരെ ക്ലയൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ പ്രൊഫൈലിൻ്റെ റൂട്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ പ്രൊഫൈൽ. ഓക്കെ. സോ CCIൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡാറ്റാ സെൻറ്റർ ആണെങ്കിലും ശരി, റൂട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് ആണെങ്കിലും ശരി, നല്ലോണം എഫേർട്ട് ഇടണം. പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. മീൻസ് നമ്മളിപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന പോലെയല്ല നമ്മളൊരു ലാബിൽ കയറി കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ നിങ്ങളിപ്പോൾ പാനിക് ആക്കുകയല്ല, പക്ഷേ കുറച്ച് ഫാക്റ്റ് പറഞ്ഞല്ലേ പറ്റുള്ളൂ. സോ നമ്മളിപ്പം എൻ്റെ ഞാൻ എൻ്റെ ഇത് പറഞ്ഞുതരാം. ലാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്, സെക്കൻഡ് ട്രിപ്പാണ് എൻ്റെ ബാംഗ്ലൂർക്ക്. സോ സിസ്കോ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഡ്രീം കമ്പനിയാണ്. സോ കണ്ടു, നമ്മൾ എക്സാമിന് കയറി. 8 hours ആണ് നമ്മുടെ എക്സാം ഇരിക്കുന്നത്. സോ നമ്മുടെ എക്സാമിനർ ഉണ്ട്. ആകെ 7 ആൾ, 5 ആളൊക്കെ ആകെ ഉള്ളൂ. നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അന്ന് ട്രബിൾ ഷൂട്ടിംഗ് സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ, 2 hours. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് റൈറ്റ് നൗ. സോ അന്നത്തെ കാര്യം ഞാൻ പറയണേ. 2 hours നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് സെഷൻ പ്രോപ്പറായി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 hours ലാബ് സെഷൻ ഉണ്ട്. 2 hours സെഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ആ സമയത്ത് നമ്മൾ ഇൻഫോ ക്യാമ്പസിൽ നിന്ന് പോയേക്കുന്ന ഫസ്റ്റ് ആളാണ് ഞാൻ. മീൻസ് ആ സമയത്ത്
എക്സാം എഴുതി തുടങ്ങിയിട്ടില്ല, എല്ലാവരും അത്ര എഴുതി തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് ഞാനായിരുന്നു ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത്. സോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, എനിക്ക് സപ്പോർട്ടിനായിട്ട് മെൻ്റൽ സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഖാദർ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോയേക്കുന്നത്. സോ എക്സാം ഫസ്റ്റ് 2 hours ബുദ്ധിമുട്ടി. മീൻസ് എനിക്ക് കുറച്ച് പ്രഷർ കുറച്ച് കൂടി. സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാഷ് ഒരുപാട് കൊടുത്തേക്കുന്നതല്ലേ. സോ പ്രഷർ കുറച്ച് കൂടി. ദെൻ 2 hours സെഷനിൽ 10 questions ആണുള്ളത്, ട്രബിൾ ഷൂട്ടിങ്. ഓൾമോസ്റ്റ് ലൈക്ക് 4 questions ഞാൻ പ്രോപ്പറായി ചെയ്തു. 5th ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി. മീൻസ് 5th ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത സൊല്യൂഷൻ കറക്റ്റാണ്, പക്ഷേ ആൻസർ കിട്ടുന്നില്ല. ഞാൻ അതിൽ തന്നെ കീപ്പ് ഓൺ ട്രൈ ചെയ്തു. ഞാൻ എൻ്റെ അറിയുന്ന എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്തു. 2 hours ഓൾമോസ്റ്റ് ലൈക്ക് 1 hour 40 minutes കംപ്ലീറ്റ് ആയി. ദെൻ എനിക്ക് ആൻസർ കിട്ടി. എനിക്ക് തോന്നുന്ന ഒരു ബഗ്ഗാണ്, ഇപ്പോഴും വിചാരിക്കുന്ന ഒരു ബഗ്ഗായിരുന്നു. സോ വി ക്യാൻ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് തിങ്. സോ നെക്സ്റ്റ് റിമൈനിങ് ക്വസ്റ്റ്യൻ 6 questions ആൻസർ ചെയ്യാൻ എനിക്ക് കിട്ടിയത് 20 minutes ആണ്. ഡെഫിനറ്റ്ലി പാനിക്കാവും. സോ ആൻസർ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടി. സോ 2 hours ഞാൻ എക്സാം എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു. അതാണ് ട്രബിൾ ഷൂട്ടിങ്ങിൽ ഞാൻ തോൽക്കാൻ കാരണം. റിമൈനിങ് ലാബ് സെഷൻ ഈസി ആയിരുന്നു. മീൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സോ ലാബ് സെഷൻ ഞാൻ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആയിരുന്നു. ആ സെഷൻ പാസ്സായി, പക്ഷേ നമ്മുടെ ട്രബിൾ ഷൂട്ടിങ്ങിൽ ഫെയിലായി. സോ സെക്കൻഡ് സെഷൻ ഞാൻ ഫെയിൽ ആവുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വലിയൊരു എക്സാം ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് 2 years സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട്, എൻ്റെ നല്ലൊരു പ്രൊഫൈലിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പാർട്ട് ടൈം ആയിട്ടും ചെയ്യുന്നത്. CCI ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ രീതി ചെയ്യാൻ പറ്റുക. ചെയ്യുന്നവരുണ്ട്, പാസ്സാവുന്നവരുണ്ട്, കറക്റ്റാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ നമ്മൾ 100% കൊടുത്തേ പറ്റുള്ളൂ. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ബാധകമല്ല. കാരണം എക്സ്പീരിയൻസ് ആൾക്കാർ അവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്, ട്രബിൾ ഷൂട്ടിങ്സ് എല്ലാം അവർക്ക് ഫെമിലിയർ ആയിരിക്കും. ഈവൻ അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി അവർക്ക് പാർട്ട് ടൈമായി ചെയ്യാം. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഐ സേ ലൈക്ക് കീപ്പ് എവറിത്തിങ് അവേ, ജസ്റ്റ് കോൺസെൻട്രേറ്റ്. നിങ്ങളെ 100% കൊടുക്കണം, എന്നാലേ നിങ്ങൾക്ക് CCI എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് എൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉള്ള ജോലി കളഞ്ഞിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. സോ മോർണിംഗ് ലൈക്ക് 8 o'clock to 9 o'clock ഞാൻ ക്ലാസ്സിൽ വരും. ടിൽ ലൈക്ക് 8 to 9 o'clock ഞാൻ ക്ലാസ്സിലുണ്ടാവും. ലാസ്റ്റ് 2 months മോർണിംഗ് 5 o'clock ഞാൻ ഓഫീസിൽ വന്നിട്ടുണ്ട്. ലാബും എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും, കീപ്പ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. 10 o'clock നൈറ്റ് 10 o'clock ആണ് ഞാൻ വീട്ടിൽ പോകുന്നത്. സോ അത്രയും സമയം ഞാൻ ലാബിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് നമുക്കിപ്പം ടീച്ചേഴ്സിന് പറഞ്ഞു തരാനൊരു ലിമിറ്റ് ഉണ്ട്. എല്ലാവരും നിങ്ങളെ മഗപ്പ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കരുത്. എല്ലാവരും നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കരുത്. ചെയ്ത് തന്നാലും നിങ്ങൾ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ഈവൻ CCI പാസ് ആവുകയാണെങ്കിൽ കൂടി വെറും ഡമ്മി പോലെ ആയിരിക്കും. മീൻസ് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഇഷ്യൂ വരികയാണ്, ഇപ്പം ഒരു സ്പാനിങ് ട്രീ ഇഷ്യൂ വരികയാണ്, L2 ഇഷ്യൂ. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് ചോദിച്ചു, അല്ലെങ്കിൽ നേരെ ഫാക്കൽറ്റീനോട് ചോദിച്ചു, സാധനം ക്ലിയർ ചെയ്തു. നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് 0 നോളജാണ് ഡെവലപ്പ് ആകാൻ പോകുന്നത്. അതേസമയം ഈ കേസ് നിങ്ങളിരുന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്യും, നിങ്ങൾ സ്വന്തം കഴിവ് എടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ യെസ്, നിങ്ങൾക്ക് ശ്രമിക്കാം, ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, ഫാക്കൽറ്റീസിനെ കോൺടാക്ട് ചെയ്യാം. 10 മിനിറ്റ് ശ്രമിച്ചു, കിട്ടിയില്ല. നെക്സ്റ്റ് സാർ ഇതൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് കൂടുതൽ എക്സ്പീരിയൻസ് വരും, നിങ്ങൾക്ക് വരില്ല. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. സോ ഞാൻ ഒരുപാട് ഗൂഗിൾ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൺ ഓഫ് റിനീഷ് സാർ അല്ലാണ്ട് എനിക്ക് മെയിൻ ഒരു സാറുള്ളത് ഗൂഗിളാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോഴത്തെ പോലെ ഒരുപാട് PDF-ഉം നമ്മളിപ്പം ഒരുപാട് ഓൺലൈൻ യൂട്യൂബും ഒക്കെ ഒരുപാടുണ്ട്. അന്ന് അത്ര കൂടുതലില്ല. ഈ പറഞ്ഞിട്ടുള്ള യൂട്യൂബും കാര്യങ്ങളും അത് അത്ര കാര്യമായിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും,
PDF ആയിരിക്കും വരിക. നമ്മൾ ഇരുന്ന് വായിക്കും. മോസ്റ്റ് ഓഫ് ദി ബുക്സിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. മോസ്റ്റ് ഓഫ് ദി CCIൻ്റെ ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. സോ നമ്മളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. QoSൻ്റെ ബുക്കൊക്കെ ഉണ്ട്. QoS എന്ന് വെച്ചാൽ വൺ ഓഫ് ദി ടോപ്പിക് ആയിരുന്നു. QoSൻ്റെ ബുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 5 times ഞാൻ വായിച്ചിട്ടുണ്ട്. MPLSൻ്റെ ബുക്ക് ഉണ്ട്. പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ 7 chapters ആയിരുന്നു നമുക്ക് മെയിനായിട്ട് സിലബസിൽ വരുന്നത്. 7 chapters ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി 14 chapters ഉണ്ട്, അത് വായിച്ചിട്ടില്ല. അന്നത്തെ ബുക്കാണ്. ഇപ്പോഴത്തെ ബുക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. സോ എഫേർട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും ഒരുപാടൊക്കെ ചെയ്തു, ഒരുപാട് ആളാണെന്നുള്ളതല്ല. നമ്മൾ എഫേർട്ട് ഇട്ടാലേ നമുക്ക് CCI പാസ്സാവുള്ളൂ എന്നേ ഉദ്ദേശമുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയതുകൊണ്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇത്രയും വലിയൊരു എക്സാം ആകുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ആവും, നമുക്ക് അതിനുള്ള കാര്യമുണ്ട്. സോ സെക്കൻഡ് അറ്റംപ്റ്റ് ഒരുപാട് ആൾക്കാർ എന്നെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിനി സാർ അടക്കം ഒരുപാട് ആൾക്കാർ എനിക്ക് ബൂസ്റ്റിങ് തന്നു. നിനക്കൊണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട്, യൂഷ്വൽ നമ്മളിപ്പം ഒരാൾ പൊട്ടിക്കഴിഞ്ഞാൽ ബൈ ഡിഫാൾട്ട് എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് കുറച്ച് ബൂസ്റ്റിങ് തരിക. അത് കുറച്ച് വർക്കൗട്ട് ആയി നോക്കുക വെച്ചാൽ അതിനുശേഷം ഞാൻ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടു. മീൻസ് മോർണിംഗ് ടു നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടു. സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു. നമ്മൾ ജയിക്കണമെങ്കിലുണ്ടല്ലോ ഒരു പ്രാവശ്യം പൊട്ടണം, എന്നാലേ അതിൻ്റെ ഒരു സന്തോഷം കൂടുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ പൊട്ടണം എന്നല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ പറയണത് സെക്കൻഡ് അറ്റംപ്റ്റ് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ട്രബിൾ ഷൂട്ടിംഗ് സെഷൻ 2 hour ആയിരുന്നു. 2 hourൽ ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് 40 to 50 minutes ട്രബിൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് ഞാൻ വരെ പൊക്കി വിടുന്നതല്ല, സത്യമായിട്ട് 50 minutes ഉള്ളിൽ ഞാൻ ട്രബിൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഐ വാസ് ഹോൾഡിങ് ലൈക്ക് നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ പ്രോക്ടറിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞു എന്നുള്ളത്. സോ ഹോൾഡ് ചെയ്യണം. 2 hours വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. മീൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളൊന്ന് ഡബിൾ ചെക്ക്, ട്രിപ്പിൾ ചെക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ലൈക്ക് 1.5 hours ആയപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് കോൺടാക്ട് ചെയ്തു. നമുക്ക് ലാബ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർനൂൺ ആയപ്പോൾ തന്നെ ലാബ് സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കാരണം അത്രയ്ക്ക് നമുക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എഫേർട്ടാണ് ഇതിൽ കാര്യം. സോ എഫേർട്ട്, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പാസ്സാവാം CCI. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് CCI. ദെൻ സെക്കൻഡ് CCI ഡാറ്റാ സെൻറ്ററിൽ ചെയ്തേക്കുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഭാഗ്യത്തിന് കിട്ടി. അത് ഞാൻ ബാംഗ്ലൂരാണ് ചെയ്തത്. സോ അതിൽ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം അതും ഈ പറഞ്ഞ പോലെ സൊല്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഐ വാസ് അറ്റംപ്റ്റിംഗ് ലൈക്ക് ഞാനായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത്. അവിടെയും വേറെ കുറച്ച് ആൾക്കാർ കുറച്ച് മുന്നേ അത് ഒരു 2 months ബാക്കാണ് പോയത്. അവർ കുറച്ച് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. സോ സെക്കൻഡ് അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. it was good, like exam was good, but I was utilizing the entire 8 hours. കാരണം ഞാൻ ആ സമയത്ത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. എൻ്റെ 100% എഫേർട്ട് അവിടെ ഇല്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 100% എഫേർട്ട്, എസ്പെഷ്യലി നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ 100% എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. കാരണം ഫ്രഷേഴ്സിന് ഇപ്പം ഞാനിപ്പോൾ ഫ്രഷേഴ്സിന് കുറച്ച് കാണല്ല, നമ്മളിപ്പം ഒരു സ്വിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ലാബിൽ ചെയ്യുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്കൊരു ട്രബിൾ വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ അത് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഫ്രഷ് ചെയ്ത് നോക്കാം. ഒരു ഇൻ്റർഫേസ് കണ്ടാവുന്നില്ല, നിങ്ങൾക്കത് എന്ത് വേണം ചെയ്യാം, നിങ്ങൾക്ക് ഔട്ടേജ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. പക്ഷേ ഇത് പ്രാക്ടിക്കൽ സൈഡിൽ ഇതിന് നിങ്ങളിപ്പോൾ പ്രാക്ടിക്കൽ വേൾഡിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം പ്രാക്ടിക്കൽ, അതായത് ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കുറച്ചുകൂടി നന്നായിട്ട് അറിയാം എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഫ്രഷേഴ്സ് ആ ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ അത്ര എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു എഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് എഫേർട്ട് ഇടണം. സോ ലൈക്ക് ഡാറ്റാ സെൻറ്റർ 8 hours എടുത്തു, കംപ്ലീറ്റ് ടൈം എടുത്തു. ഡോക്ടർ എന്നെ പിടിച്ച് പുറത്താക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് പാസ്സായി. ഭാഗ്യത്തിന് മാത്രമല്ല, ഭാഗ്യമല്ല, എൻ്റെ എഫേർട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെയാണ്, ഞാൻ പഠിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് ഭാഗ്യം കൊണ്ടല്ല. ഓക്കെ, സോ
അതാണ് എൻ്റെ 2 സർട്ടിഫിക്കേഷൻസ്, CCA റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് ആൻഡ് നമ്മുടെ ഡാറ്റാ സെൻറ്റർ. അതിനിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ CCN എഴുതിയിട്ടുണ്ടായിരുന്നു, CCNP എഴുതിയായിരുന്നു, QoS സെപ്പറേറ്റ് എഴുതിയായിരുന്നു, MPLS എഴുതിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ, ആ സമയത്ത് ഞാൻ തീരെ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എഴുതി തീർക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഒരു 3-4 എക്സാംസ് ഞാൻ ആ സമയത്ത് ക്ലിയർ ചെയ്തായിരുന്നു. സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ടുവേർഡ്സ് സർട്ടിഫിക്കേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചോദിക്കാം. എൻ്റെ അറിവിലുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്. സോ മാക്സിമം ഇത് യൂസ് ചെയ്യുക. ഗുഡ് മോർണിംഗ് സർ. പറഞ്ഞോളൂ. എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റിൽ, ഒരു ടേണിങ്ങിൽ നിൽക്കുകയാണ്. കാരണം ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററിൽ L1 ആയിരുന്നു. അപ്പൊ ഞാനിപ്പോ റിനിസ് സാറിനൊക്കെ അറിയായിരിക്കും, ഞാൻ കുറച്ച് മുന്നേ അവരോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ജോബ് റിസൈൻ ചെയ്ത് ഇപ്പൊ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ സാർ പറഞ്ഞ ആ ഒരു ഫോക്കസിലേക്കാണ്, CCA എടുക്കണം എന്നാണ്. പക്ഷെ ജോബ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ ഞാൻ റിസൈൻ ചെയ്തിട്ട് തന്നെ ചെയ്യാം എന്നുള്ള ഒരു ടേണിംഗിൽ ഇരിക്കും. അപ്പൊ സാർ ആ കഥ പറഞ്ഞപ്പോ അത് കുറച്ച് ചെയ്യാൻ പറ്റി. നമുക്കിപ്പോ ജോലി റിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നതിന്റെ ഒരു റിസ്ക് എന്താ വെച്ചാല്, തോറ്റാൽ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, ജയിച്ചാല് അപ്രീഷിയേറ്റ് ചെയ്യും. ജയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. സോ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ റിസൈൻ ചെയ്താൽ വന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ഇടണം. കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ വളരെ തെറ്റായി ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് തോറ്റ് കഴിഞ്ഞാൽ. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലിയർ ആയപ്പോൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, അതാണ് സത്യം. പിന്നെ മാത്രല്ല, റിസൈൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീട്ടില് ഇതിന് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ പ്രഷറാണ്. അത് കറക്റ്റാണ്. ഈ പ്രായം ഇപ്പൊ 40 വയസ്സായി. ഈ 40 വയസ്സിൽ നീ ജോലി റിസൈൻ ചെയ്തിട്ട് കോഴ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രോബ്ലം എന്തായാലും ഇനി ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ഞാനത് സാർ പറഞ്ഞപ്പോ ഒന്ന് ഇൻസ്പയർഡ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ മൈക്ക് എടുത്തത്. വളരെ നന്ദി, വളരെ നന്ദി. വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സമയത്ത് നിങ്ങൾക്ക് റിസൈൻ ചെയ്തിട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗ്രേറ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്, വളരെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഇനിയിപ്പം ജോലി ഇല്ലെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിന് ചെയ്യാമല്ലോ, സമയം കൊടുക്കാമല്ലോ. സോ 100% നിങ്ങൾ ഇതിലിട്ടിട്ട് നിങ്ങൾ റിനീസ് സാർ ഉണ്ട്, വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി അറിയാലോ. സോ നമുക്ക് ഞാൻ പറയണത് റിനീസ് സാറെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പം കുറെ കൂടി ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പം ചെയ്തേക്കുന്നത് 2010-ലാണ്. സോ ആ സമയത്ത് യൂട്യൂബിലൊന്നും ഇത്രത്തോളം വീഡിയോസ് ഇല്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഒരു CCNA ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരേണ്ട ആവശ്യമില്ല. യൂട്യൂബ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പം ഇത്രയും നിങ്ങൾക്ക് കൂടുതൽ വലുതായിട്ടുണ്ട്. സോ നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് പോരാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പറ്റുന്ന എല്ലാ റെഫറൻസും യൂസ് ചെയ്യുക. മീൻസ് പഠിക്കുന്ന എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇപ്പം എക്സാം ക്ലിയർ ചെയ്യേണ്ടി മാത്രമല്ല കേട്ടോ. നിങ്ങൾക്കൊരു ഭാവിയിൽ നിങ്ങൾക്കൊരു ജോലിക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ തീർച്ചയായും ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിന്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാനിപ്പം CCA കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു 6 months ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്തതിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഫ്യൂ ഇന്റർവ്യൂസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോകുന്നത് 3.5 years എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ടാണ്. എനിക്ക് അത്ര നെറ്റ്വർക്കിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ല, ടു ബി ഫ്രാങ്ക്. ആക്ച്വലി ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് മീൻസ് ഏഷ്യാനെറ്റിൽ കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈലായിരുന്നു. പക്ഷെ നെറ്റ്വർക്ക് അത്രത്തോളം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ലുക്സ് ലൈക്ക് എ ഫ്രഷർ. സോ ഫസ്റ്റ് നമ്മളൊരു 10 ഇന്റർവ്യൂസ്, ഇവിടെ ചിലപ്പോൾ ഇന്റർവ്യൂ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ എന്നെക്കാട്ടും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും ഈ ഗ്രൂപ്പിൽ. പക്ഷേ ഞാൻ ജനറലി പറയാണ്, ഞാൻ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റത്തെ ഒരു 10-15 ഇന്റർവ്യൂസ് ശരിക്കും നമ്മൾ എന്താന്ന് നമ്മൾ അറിയും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഗപ്പ് ചെയ്ത് പോയ ആൾക്കാരാണെന്ന് വെച്ചാൽ ശരിക്കും അറിയും. കാരണം വെച്ചാൽ ഈവൻ നല്ലോണം പഠിച്ചു പോയവർക്ക് തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. സോ നിങ്ങൾ അതൊന്നും
ഷെയിമായി നിൽക്കരുത്. 10 ഇൻ്റർവ്യൂസ് നമ്മളത് കൊടുത്തേക്കണം. അവർ നമ്മളെ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിച്ചു കീറട്ടെ. സോ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത്, എന്തൊക്കെ ഇൻ്റർവ്യൂസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നിങ്ങളൊരു ബുക്ക് എടുക്കുക. ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് കേട്ടോ, ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് ഓർമ്മയിലേക്ക് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ നിങ്ങളെ ശരിക്കും അവർ, നിങ്ങളിപ്പം അത്രത്തോളം എക്സ്പീരിയൻസ് ആളല്ലെങ്കിൽ ശരിക്കും അവർ നിങ്ങളെ സ്ക്രൂ ചെയ്യും. സോ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യനെ കിട്ടിയെങ്കിൽ എഴുതി വെക്കുക. നെക്സ്റ്റ് ഇൻ്റർവ്യൂവിൽ അറ്റ്ലീസ്റ്റ് ആ 10 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, സെക്കൻഡ് ഇൻ്റർവ്യൂ വരും. സോ സെയിം ആയിരിക്കാം, എഴുതി വെക്കുക എല്ലാ ക്വസ്റ്റ്യൻസും ഓർമ്മയുള്ള. ഒരു 10 ഇൻ്റർവ്യൂസ് കഴിഞ്ഞാൽ നെറ്റ്വർക്കിങ്ങിൽ അതിൽ കൂടുതലൊന്നും ചോദ്യം വരാനില്ല. ഇപ്പം OSPF നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളോട് ഏതൊക്കെ ഏരിയാസ് ഉണ്ട്, ഏതൊക്കെയാണ് നിങ്ങളുടെ LSA, ഇങ്ങനെ ഓരോരോ EIGRP എന്താണ്, BGPൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്, എങ്ങനെയാണ് ഇത് നമ്മുടെ ചെയ്യുന്നത്, റൂട്ടിങ് എങ്ങനെയാണ്, ഈവൻ ഇങ്ങനെ റൗട്ട് ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ടായിട്ടുണ്ട്, എന്ത് ചെയ്യും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് BGP, EIGRP. പണ്ടാണ് വെച്ചാൽ റിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം റിപ്പ് ഇല്ലാന്ന് തോന്നുന്നു. ISIS, SD-WAN. സോ ഇതിലൊക്കെ വരാനുള്ളത് ബേസിക്കലി നിങ്ങൾ മാക്സിമം കൂട്ടി വയ്ക്കുന്ന ഒരു 100 ക്വസ്റ്റ്യൻസേ വരാനുള്ളൂ. നെറ്റ്വർക്കിങ്ങിൽ അത്രയേ ഉള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾ ഒരു 10 ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു 15 ഇൻ്റർവ്യൂ എടുത്തു. 15 ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ, വെറുതെ എഴുതി വെച്ചാൽ പോരാ കേട്ടോ, ആ കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നെക്സ്റ്റ് ഇൻ്റർവ്യൂയിലേക്ക് പഠിച്ചും വെച്ചേക്കണം. എന്നാൽ നിങ്ങൾക്ക് ഒരു 15-20 ഇൻ്റർവ്യൂസ് കഴിഞ്ഞാൽ, സോ ലെറ്റ്സ് സേ ലൈക്ക് 10 ഇൻ്റർവ്യൂസ് കഴിഞ്ഞാൽ നിങ്ങളൊരു ലെവൽ ഓഫ് എക്സ്പേർട്ട് ആയി മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ ഫാക്കൽറ്റീസ് ആയിട്ട് വർക്ക് ചെയ്തവരാണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഡേ ടു ഡേ കിട്ടുന്നത് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഇതിനെക്കാട്ടും വലിയ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ തീരെ വിഷയമല്ല. അതല്ല, നിങ്ങൾ ഇതുപോലെ ഡയറക്റ്റ് CCA കഴിഞ്ഞ് നേരെ നിങ്ങൾ ജോലിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, എൻ്റെ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ഒരു 10 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 11th ഇൻ്റർവ്യൂ ഞാൻ എക്സ്പേർട്ടാണ്. എന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തീർച്ചയായും പറ്റും. ഞാൻ ഫ്രഷർ ആണെങ്കിൽ നമ്മളിപ്പം ചോദിക്കുകയാണ് പ്രാക്ടിക്കൽ ബേസ്, കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ബേസ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യെസ്, നിങ്ങൾ അവിടെ ഫെയിലിയർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ അറിയില്ല. കാരണം വെച്ചാൽ പ്രാക്ടിക്കലി ഇത് എത്രത്തോളം നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പ്രാക്ടിക്കലി ഒരു സെനാരിയോ വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടും. സോ നിങ്ങൾ CCA കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു കമ്പനിയിൽ പോകുമ്പം എനിക്ക് 10 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഫ്രഷർ ആണെങ്കിലാണ് പറയുന്നത്, ഞാൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കള്ളത്തരം പറയരുത് എനിക്ക് 10 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, 15 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. കാരണം ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മനസ്സിലാവും നിങ്ങൾ കള്ളത്തരം പറയാമെന്ന്. സോ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്യണ്ട. ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണ്. സോ ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എനിക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം വേണ്ട. നിങ്ങളിപ്പോൾ ഒരു നിങ്ങളെ ഞാനിപ്പം ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണ്ട. എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ആ കോൺഫിഡൻസ് വേണം, പക്ഷെ കള്ളത്തരം വേണ്ട. പല ആൾക്കാരും അങ്ങനെ ഇൻ്റർവ്യൂസിൽ കള്ളത്തരം കൊണ്ടുവന്നിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ പിന്നെ ഇൻ്റർവ്യൂവിൽ എടുക്കുകയില്ല. പക്ഷേ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്യുക വെച്ചാൽ ഈസ് ഹാവിങ് കോൺഫിഡൻസ്, ഈസ് നോട്ട് ഹാവിങ് എക്സ്പീരിയൻസ് ഓൺ ദീസ് ഓൾ തിങ്സ് ബട്ട് വി ഹാവ് കോൺഫിഡൻസ് ഓൺ ഹിം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അത് മാറ്ററാണ്. കാരണം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നിങ്ങളെ പാസ്സാകും. നമുക്കിപ്പം അറിയാം, പ്രാക്ടിക്കലി ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എല്ലാം തെളിഞ്ഞ ഒരാളെ നമുക്ക് കമ്പനിയിൽ ആ പോസ്റ്റിലേക്ക് കിട്ടില്ല. സോ നമ്മളിപ്പം ഡെഫിനറ്റ്ലി ആർക്കിടെക്ട് ലെവലൊക്കെ ആണെന്ന് വെച്ചാൽ തീർച്ചയായും എല്ലാം തെളിഞ്ഞ ആൾ വേണം. സോ നമ്മളിപ്പം ഫ്രഷേഴ്സോ അല്ലെങ്കിൽ 1 year 2 year 3 year എക്സ്പീരിയൻസ് ഉള്ള ആണെങ്കിൽ നമ്മൾ അതിനുള്ള ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ മതി. സോ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഇടണ്ട. CCA പാസ്സായെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഇടാൻ നിൽക്കണ്ട. ഓക്കെ, നമുക്കിപ്പം CCA പാസ്സായെന്ന് വെച്ചാൽ നമ്മളെ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, നമ്മൾ ആ രീതിയിലുള്ള സാലറി എക്സ്പെക്റ്റ് ചെയ്യുക, നമ്മൾ ആ ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ. പോസിറ്റീവ് വൈബ് കൊടുക്കുക. നിങ്ങളെ കൊണ്ടാവും. നിങ്ങൾക്കൊരു ആൻസർ അറിയില്ലെങ്കിൽ നേരെ പറഞ്ഞാൽ മതി, എനിക്കിത് അറിയില്ല. ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. ബിക്കോസ്
നമ്മളൊരു ആളോട് പറയാണ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗുണം വെച്ചാൽ ഞാൻ പിന്നെ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ ഇനി അറിയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിൽ ചാറ്റ് GPT വെച്ചിട്ട് ആൻസർ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ചോദ്യം പിന്നാലെ ചോദിക്കും. എൻ്റെ എക്സ്പീരിയൻസ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചാറ്റ് GPT കുറച്ച് നേരം എടുക്കും. പിന്നെ നിങ്ങളത് റീഡ് ചെയ്യായിരിക്കും. എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഞാൻ എൻ്റെ കാര്യമാണ് പറയണേ കേട്ടോ. ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളത്. സോ ചാറ്റ് GPT ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ലിമിറ്റ് വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളിപ്പം 2 ഇയർ എക്സ്പീരിയൻസ് 10 ഇയർ എക്സ്പീരിയൻസ് ആൾ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് അതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചാറ്റ് GPT നമ്മൾ വായിച്ച് നമ്മൾ ആൻസർ ചെയ്യുന്നത് പ്രത്യേകം മനസ്സിലാവും. സോ സത്യമായി പറയാം, നമുക്ക് നമ്മളെവിടെയാണോ ഉള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ 2 ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ ആ 2 ഇയർ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായി നമ്മൾ ചെയ്തത് മുന്നേ 2 ഇയർ എക്സ്പീരിയൻസ് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങൾക്ക് നല്ല CCI ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പണ്ട് എന്താ ചെയ്തതെന്നുള്ളത്. കുറച്ചുകൂടി അതിനെ ടെക്നിക്കലി തിയറിറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇസ്മായിൽ ഏത് പ്രൊഫൈലാണ് വർക്ക് ചെയ്തത്? ഞാൻ ബേസിക്കലി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനി ആയിരുന്നു. അതിൽ നോക്ക് L1 ആയിരുന്നു, നെറ്റ്വർക്ക് ഓപ്പറേഷൻ. അപ്പൊ ഞങ്ങൾ സൗദിയിലെ ഒരു ബെസ്റ്റ് സർവീസ് സാറ്റലൈറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരുന്നു. ഞങ്ങൾ റിമോട്ട് പിന്നെ അതുപോലെ നമുക്ക് ബാങ്ക് മീൻസ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ബാങ്ക് കസ്റ്റമേഴ്സ്, ടെലികോം കസ്റ്റമേഴ്സ് എല്ലാവരും ആയിരുന്നു. അവരായിട്ടുള്ള റിമോട്ട് ടെർമിനലായിട്ടുള്ള അതിൽ IPC ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടണൽ എന്നാലും നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ സെക്യൂർ ടണൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങനെയുള്ള ലിങ്കുകളായിരുന്നു. ഓക്കെ, നിങ്ങൾ ഫീൽഡിൽ പോയിട്ട് ചെയ്യാറുണ്ടോ, വർക്ക് ചെയ്യാറുണ്ടോ? ഞങ്ങൾ നോക്കിൽ മാത്രം 24/7 നോക്കായിരുന്നു നമ്മൾ. നോക്കിൽ മാത്രം അല്ലേ? ഓക്കെ 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 ഓക്കെ. സോ നല്ലതാണ്, നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുത്തേക്കുന്നത്. ഒരു ബേസിക് കളി കഴിഞ്ഞു. ഇപ്പൊ സെമി ഫൈനൽ, എന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സെമി ഫൈനൽ ഇനി ഫൈനലിലേക്ക് പോകാൻ CCI വേണമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ ഇറങ്ങിയതാണ് സത്യത്തില്. അപ്പൊ നമുക്ക് വളരെ നല്ലതാണ്. പ്രൊഫഷണൽസിനെ അഡ്രസ് ചെയ്ത് പറഞ്ഞപ്പോ എനിക്കും പറയാനുള്ളത് അതാണ്. അവരൊക്കെ ശരിക്കും അവർക്ക് ഇപ്പൊ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അവര് തീർച്ചയായും എക്സിക്യൂഷന് അവർ സീരിയസ് ആയിട്ട് ശ്രമിച്ചാൽ നടക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ എന്നെ പോലെയുള്ള ഈ 40 വയസ്സായ ഭ്രാന്തന്മാർ ഇപ്പോഴും CCI ചെയ്യാൻ എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു മോട്ടിവേഷൻ ആവണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവരൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതിലേക്ക് എത്തിപ്പെട്ടു പോയില്ലോ. അതെ 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 അതെ, വളരെ കറക്റ്റാണ്. നമുക്കിത് വഴി തിരിക്കാൻ ആരും ഇല്ലാതെ നിങ്ങൾക്ക് പണ്ട് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അതല്ലേ നമുക്കിതൊന്നും ഒരു ഡയറക്ഷൻ തരാനും വഴി തിരിച്ചു തരാനൊന്നും ആരും ഇല്ലാതെ നമ്മളൊക്കെ ഫീൽഡിൽ പോയി പണിയെടുത്തിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ളത്. കറക്റ്റാണ്. സ്റ്റോറിയിലും അത് തന്നെയാണ് അതിന്റെ ഒരു കണ്ടന്റ് അല്ലെ? നമ്മളൊക്കെ പണിയെടുത്ത്. അതെ, എന്നെ സാറേന്ന് വിളിക്കണ്ട, എന്നെ ജിജിലെന്ന് വിളിച്ചാൽ മതി. അതാണ് കുറച്ചുകൂടി ഈസി. സോ കറക്റ്റാണ് ഈ പറഞ്ഞ പോലെ. ഇസ്മായിലിന് കുറച്ച് കാലം കഴിഞ്ഞു ആ ബോധം വരാൻ. ഞാൻ കുറച്ച് നേരത്തെ 3.5 കൊല്ലം എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇത് ചെയ്ത് കളയാം. കാരണം റിസ്ക് എടുത്താലേ നടക്കുള്ളൂ എന്ന് മനസ്സിലായി. സോ റിസ്ക് എടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതിപ്പോ സാർ പറഞ്ഞ പോലെ ഞാൻ 10 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് CCI എന്നുള്ളൊരു ബോധം വന്നത്. അതുവരെ എന്താന്ന് നമ്മൾ ഞാൻ ഒരേ കമ്പനിയിൽ 10 വർഷം വർക്ക് ചെയ്തത്. ഒരേ 10 വർഷം പ്രൊജക്ട് മാനേജ്മെന്റിലും നെറ്റ്വർക്കിങ്ങിലും നോക്കിലും വർക്ക് ചെയ്തിട്ട് അപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിന് പാരലലി എന്തായാലും കാര്യമില്ല. അത് മാത്രമല്ല ഈ നോക്കിൽ 24/7 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് പാരലലി ഒരു കോഴ്സും റെഗുലർ ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ടൈമിംഗ് പറ്റില്ല. അതെ കറക്റ്റാണ്. അതായത് 24/7 ആവുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് ഡേ ഷിഫ്റ്റ് ആയിരിക്കും, നാളെ നൈറ്റ് ഷിഫ്റ്റ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ 10 വർഷം വർക്ക് ചെയ്ത കമ്പനി വിട്ടു പോരുക എന്നുള്ളത്, കാരണം ഇങ്ങനെയുള്ള ഒരു കംഫർട്ട് സോൺ വിട്ടു പോരുക എന്നുള്ളത് തന്നെ ഒരു സങ്കടകരമായിരുന്നു. പക്ഷെ വിട്ടു പോന്നപ്പോഴും CCI തിരിച്ചു ചെല്ലാന്ന് പറഞ്ഞിട്ട് പോകുന്നതായതുകൊണ്ട് ഇനി എന്നാ പിന്നെ അങ്ങനെ തന്നെ പോകാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഞാൻ സത്യത്തില്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. ബട്ട് സംഭവിച്ചെന്താ വെച്ചാൽ ഞാൻ വന്ന് പെട്ടെന്ന് വിത്തിൻ നെക്സ്റ്റ് ഡേ ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ട് സ്കൂട്ടർ വീണ് ഇപ്പൊ സത്യത്തിൽ കാലൊക്കെ കെട്ടിവെച്ച് കിടക്കുകയാണ്. റെസ്റ്റ് ആയി പോയി. വലിയ കഷ്ടമായല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തില്ല. ഞാൻ റിനീഷാര് വന്നിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ കോൺടാക്ട് ചെയ്തില്ല. അപ്പൊ ഇനി ഒരു 2 വീക്സിൽ കാലൊന്ന് പ്ലാസ്റ്റർ അഴിച്ചു കഴിഞ്ഞാൽ പോവാന്ന് വിചാരിച്ചിരിക്കുക. നമ്മൾ വന്ന് നാട്ടിലെത്തിയ സന്തോഷത്തിൽ മഴയത്തൊന്ന് സ്കൂട്ടർ ഓടിച്ചു പോയതാണ്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിമോട്ടിനെക്കാട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ
ക്ലാസ്സിൽ വന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് എനിക്ക് അതാണ് ഞാൻ തോന്നിയിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് സർ, ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. പിന്നെ നമ്മുടെ കാരണം വെച്ചാൽ നമുക്ക് അപ്പം ലൈക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന കോഴ്സിന് നമ്മൾ ബൈ ഡിഫാൾട്ട് നമ്മളെ മൊബൈൽ കയ്യിൽ കാണും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂട്യൂബായിട്ട് അങ്ങ് പോകും. പക്ഷെ നേരിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് ചൂട് കാണാം. ഇനി മറ്റുള്ളവരൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, കാരണം ഇത് ഞങ്ങൾ രണ്ടിലും ആയിക്കോട്ടെ പോരുത്. പറയൂ, ആരാച്ചാണ് ചോദിക്കൂ. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ SD WAN ടെക്നോളജി ഉണ്ടല്ലോ, SD WAനും അതേപോലെ നമ്മുടെ ട്രഡീഷണൽ WAN സെറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു മെയിനായിട്ട്. ലൈക്ക് ഇതിപ്പം പേരെന്തായിരുന്നു? സായു എന്നാണ് ഇതിന്റെ പേര്. എന്റെ പേര് ജിത്തു എന്നാണ്. സായു. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് കേൾക്കുന്നത്. ആയിക്കോട്ടെ. അപ്പം ഒന്നാമത് ഇപ്പം മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വാൻ നെറ്റ്വർക്ക് നമുക്കിപ്പം ഓഫീസിലേക്ക് എടുക്കുന്ന നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഡെഡിക്കേറ്റഡ് ലൈൻ ആയിരിക്കും, MPLS ആയിരിക്കും. MPLSനൊക്കെ കോസ്റ്റ് കൂടുതലാണ്. SD WAN ആകുമ്പം സെക്യൂർഡ് ആണ്, കൂടാതെ കോസ്റ്റ് കുറവായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ലിങ്ക് യൂസ് ചെയ്താൽ കൂടി നമ്മൾ SD WAN ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അതാണ് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു SD WAN. SD WAN പോരാതെ നമ്മളിപ്പം മുന്നേ ഞാൻ സിസ്കോൻ്റെ SD WANൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഞാൻ അത് അത്രമാത്രം എക്സ്പേർട്ട് അല്ല അതിൽ. സിസ്കോൻ്റെ SD WANൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വെബ്റ്റല്ല. സോ അതിലൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉള്ള നമ്മുടെ MPLS ലിങ്കും ഡെഡിക്കേറ്റഡ് ലിങ്ക്സും റീപ്ലേസ് ചെയ്തിട്ട് WAN ലിങ്കായിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പം അതിലൊരു ഗുണം കിട്ടുന്നത് വെച്ചാൽ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാം. നമുക്കിപ്പം വെബ്ടെല്ലിയാണെങ്കിൽ അവർക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അതിൽ നമുക്ക് എൻറ്റയർ WAN നെറ്റ്വർക്ക് കാണാം, മീൻസ് SD WAൻ്റെ WAN നെറ്റ്വർക്ക് കാണാം. നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് സെൻട്രലൈസ്ഡ് ആയി ചെയ്യാം. ഇതൊക്കെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ടെക്നിക്കലായിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂർഡ് ആണ്, അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് ഇൻ ഡീറ്റെയിൽ എനിക്കറിയില്ല, അതാണ് ടു ബി ഫ്രാങ്ക്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എന്തൊക്കെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിയില്ല. നെറ്റ് നോക്കി ചെക്ക് ചെയ്തിട്ട് വേറൊരു സെഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു. തൽക്കാലം ഇത്രേ എനിക്ക് അറിയുള്ളൂ. ഓക്കെ സർ, താങ്ക് യു. ഇപ്പം ഞാൻ പോളോ ആൾട്ടോൻ്റെ SD WANൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. സോ അതും ഭാഗ്യത്തിന് എനിക്ക് ഇപ്പം അത് ഇംപ്ലിമെൻറ്റേഷൻ സൈഡിൽ തന്നെ എനിക്ക് കിട്ടിയേക്കുന്നത്, മീൻസ് സ്റ്റാർട്ടിങ് സ്റ്റേജ് തന്നെ കിട്ടിയിട്ടുണ്ട്. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെയും കാണിക്കുന്നത്. നമ്മുടെ പോളോ ആൾട്ടോൻ്റെ ഇതിൽ നമുക്ക് SD WANൽ കൂടെ ഫയർവാൾ എന്നുള്ള ഓപ്ഷനും കൂടി വരുന്നുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് കുറച്ച് സ്ലോ ആണെങ്കിലും കൊള്ളാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല കേട്ടോ, സത്യമുള്ള പറയാം. ഓക്കെ, താങ്ക് യു സർ. അല്ല, മൂസൻ, എൻ്റെ പേര് മൂസനാണ്. ആ. ഞാൻ ദുബായിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇതിൽ നമ്മൾ ഈ ടയർ 3 നെറ്റ്വർക്കും ടയർ 2 നെറ്റ്വർക്കും ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇതിൽ വരുന്ന ആ ഡിഫറൻസ് എങ്ങനെയാണല്ലേ, ആ കൺസെപ്റ്റ് എന്താണല്ലേ? നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇപ്പം L2 L3 ആണോ? അതെ അതെ അതെ. ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. നിങ്ങൾ L2 ആൻഡ് L3 എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം L2 നെറ്റ്വർക്ക് എങ്ങനെയാണ്, L3 നെറ്റ്വർക്ക് എങ്ങനെയാണെന്നാണ് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അല്ല, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, അതായത് ടയർ മുന്നേ ആയിരുന്നെങ്കിൽ ഡിസൈൻ ലെവലാണെങ്കിൽ പണ്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടയർ 3 ആയിരുന്നു. മീൻസ് ഒരു കോർ സ്വിച്ച്, ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ച്, ദെൻ ആക്സസ് സ്വിച്ച്, ഇതായിരുന്നു പണ്ടത്തെ കൺസെപ്റ്റ്. പക്ഷെ ഇപ്പം നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മളിപ്പം ചിന്തിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് നോക്കുന്നത്. നെറ്റ്വർക്കിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും കോസ്റ്റ് എഫക്റ്റീവ് ആണ് നമ്മൾ ചെയ്യുക. ഇപ്പം നമുക്ക് 2 ലെയർ മതി. ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു ആക്സസ്, അല്ലെങ്കിൽ ഒരു കോർ, ഒരു ആക്സസ്, ഇത് മതി ശരിക്കും നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ. ഇപ്പം മുന്നേ ഒക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെയർ ഇരിക്കുന്നത് റൗട്ടർ, സെക്കൻഡ് ലെയർ ഇരിക്കുന്നത് നമ്മളൊരു സ്വിച്ച്, തേർഡ് ലെയർ നമ്മൾ വെറും ആക്സസ് സ്വിച്ച് 27171800 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോ ലെവലിലുള്ള സ്വിച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ മോസ്റ്റ് ഓഫ് ദി സ്വിച്ച് നമുക്കിപ്പം L3 ആണ് കിട്ടുന്നത്. ഇപ്പം കാറ്റലിസ്റ്റ് സീരീസ് സ്വിച്ചുകളാണെങ്കിൽ CAT 95, 96 ഒക്കെ L3 സ്വിച്ചാണ് വരുന്നത്.
ഇപ്പം L3 സ്വിച്ച് നമുക്ക് കോർ ഓർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വെക്കാം. അതിൽ തന്നെ നമുക്ക് സ്വിച്ചിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. എസ് വി സ്വിച്ച് വെർച്വൽ എന്ന കൺസെപ്റ്റിൽ നമുക്ക് SV ആക്കി മാറ്റാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, L3 ലെവലിൽ ഈ പറഞ്ഞ സ്വിച്ചിനെ ഫിറ്റ് ചെയ്യാം. SV ആക്കി കഴിഞ്ഞാലുള്ള ഗുണം വെച്ചാൽ നമുക്ക് സ്റ്റാക്കിങ്ങിൻ്റെ സെയിം കൺസെപ്റ്റാണ് SV എന്ന് പറയുന്നത്, സ്വിച്ച് വെർച്വൽ. അതിൽ നമുക്ക് സ്വിച്ചിനെ സിംഗിൾ സ്വിച്ച് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് iOS അപ്ഗ്രേഡേഷന് ഈസിയാണ്. ഈസി എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്വിച്ച് അപ്ഗ്രേഡേഷൻ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 സ്വിച്ച് അപ്ഗ്രേഡ് ചെയ്യിക്കോളും. സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ്. സോ സിംഗിൾ കോർ സ്വിച്ച്. ബിലോ നമുക്ക് ഇപ്പം 40 GB വേണോ, 100 GB വേണോ, 10 GB വേണോ, നിങ്ങളുടെ ബജറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് ലെയർ 2 നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് L2 സ്വിച്ചസ്, ആക്സസ് സ്വിച്ചസ്. അപ്പം അതാണ് എൻ്റെ അറിവിലുള്ള ടയർ 3 ആൻഡ് ടയർ 2 കൺസെപ്റ്റ്. ഇനിയിപ്പം നമ്മൾ നെക്സസ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നെക്സസ് 9K സീരീസ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ലീഫ് ആൻഡ് സ്പൈൻ ടെക്നോളജി ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അതിന് മാത്രം നോളജ് ഇല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. ഇപ്പം ലീഫ് ആൻഡ് സ്പൈൻ്റെ എക്സാക്ട് കോൺഫിഗറേഷൻ ഞാനൊന്നും പറഞ്ഞു തരാൻ എനിക്കുള്ള അറിവ് എനിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന ലീഫ് ആൻഡ് സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACI അല്ല ഞാൻ പറയുന്നത്, നോർമൽ ലീഫ് ആൻഡ് സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 സീരീസ് പെട്ടിട്ടുള്ള 9Kൻ്റെ നെക്സസ് 9Kൻ്റെ സ്വിച്ചസ് ഉണ്ട്, കോർ സ്വിച്ചായി വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ VPC എന്ന് പറയും, VPC ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ താഴെ നമ്മൾ പണ്ടൊക്കെ നെക്സസ് 5K ആയിരുന്നു, ഇപ്പം നെക്സസ് 5K ഓൾമോസ്റ്റ് ഔട്ടാണ്. നെക്സസ് 7K ഉണ്ട്, അതായിരുന്നു പണ്ട് L3 യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 7K ഓൾമോസ്റ്റ് ഔട്ടാണ്. സോ നെക്സസ് 9Ks ആണ് നൗ ഡേയ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 93180 എന്നൊക്കെ പറഞ്ഞ സീരീസ് നമ്മൾ ആക്സസ് ലെയറിലും, എക്സാക്ട് മോഡൽ നമ്പർ അറിയില്ല, 95, 96 മോഡൽ സീരീസ് സ്വിച്ചസ് നമ്മൾ അപ്ലിങ്കിലും യൂസ് ചെയ്യും. അതിൽ നമുക്ക് അക്കോർഡിംഗ് ടു അവർ കോൺഫിഗറേഷൻ ലൈക്ക് അവർ ബഡ്ജറ്റ് ആൻഡ് ഓൾ നമുക്കതിനെ 40Gൻ്റെ SFP വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് സ്വിച്ച് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 40G ആണോ 100G പോർട്ടാണോ അല്ലെങ്കിൽ 1025 GB പോർട്ടാണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ചിട്ട് സ്വിച്ചുകളുടെ റേറ്റിന് വ്യത്യാസം വരും, നമുക്കുള്ള SFPൻ്റെ വ്യത്യാസം വരും, കേബിൾ വ്യത്യാസം വരും. അതനുസരിച്ച് നമ്മൾ നെക്സസ് സീരീസിൽ നമുക്ക് 2 ലെയർ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്വിച്ചിലും തന്നെ നമുക്കിപ്പം ഡാറ്റാ സെൻറ്ററിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലാണ് നെക്സസ് സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. കാറ്റലൈസ് സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ക്യാമ്പസ് ലെയറിലാണ്. നെക്സസ് സ്വിച്ചിൻ്റെ ബെനിഫിറ്റ് വെച്ചാൽ VPC ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നെക്സസ് സ്വിച്ച് നമുക്ക് റിഡൻഡൻസി നല്ലോണം ഉണ്ടാവും, എസ്പെഷ്യലി ഡാറ്റാ സെൻറ്ററിൽ സെർവേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ. എനിക്കറിയില്ല ഇതാണോ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ എന്നുള്ളത്, പക്ഷേ ഏകദേശം ഒരു ധാരണയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ സർ. ഓക്കെ. സർ, ഈ സെഷൻ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, നമ്മുടെ സ്റ്റുഡൻസിന്. അവർക്ക് ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായിരിക്കുന്നു തോന്നുന്നു. സോ സാർ സാറ്റർഡേ ആൻഡ് സൺഡേ അവൈലബിൾ ആണെന്നല്ലേ പറഞ്ഞത് നേരത്തെ? സാറ്റർഡേ സൺഡേ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഈ സെഷൻ സാറ്റർഡേ സൺഡേയിലോട്ട് കൂടി മാറ്റുന്നതിനോട് സാർ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഇതേ സമയമാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻഫോർം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സാറ്റർഡേയിലോട്ട് നമുക്ക് മാറ്റാം. അതെന്തായാലും നമുക്ക് സാറിന്റെ കൺവീൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് ടൈം സെറ്റ് ആക്കാം. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പം ടെക്നിക്കൽ ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിൽ എനിക്കിപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്കും ചോദിക്കുന്ന പ്യുവർ ടെക്നിക്കൽ ഡൗട്ട്സ് ആണെങ്കിൽ എനിക്ക് റൈറ്റ് അവേ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ നിങ്ങൾക്ക് ടെക്നിക്കൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ടൈപ്പ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം. കാരണം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സർട്ടൺ തിങ്സ് എനിക്ക് അറിയില്ല, സോ അത് ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. നിങ്ങൾക്ക് ഇനി ടെക്നിക്കൽ ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരത്തെ തരുവാണെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം. ചില കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ചില കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. സോ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. മീൻസ് നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ ലെവൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നിങ്ങളിപ്പം എൻ്റെ അടുത്ത് ഇപ്പം സ്പാനിങ് ട്രീൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇൻഡെപ്ത് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് കാലമായി. സോ അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ആണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് നിങ്ങളതൊരു ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഇൻഫോ ക്യാമ്പസിൻ്റെ ടീമിൻ്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്കത് റെഫർ ചെയ്ത് പറയാൻ പറ്റും. എനിക്ക് അറിയുന്ന സംഭവമാണെങ്കിൽ പറഞ്ഞുതരാൻ പറ്റും.
അല്ലാണ്ട് റൈറ്റ് അവേ ടെക്നിക്കൽ ആൻസേഴ്സ് എനിക്ക് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ സർ, നമ്മൾ എന്തായാലും കുട്ടികൾക്ക് അത്തരത്തിലുള്ള സെഷൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ അവരുടെ അടുത്ത് നിന്ന് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് സാറിന്റെ അടുത്ത് കൂടി ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. അത് ആയിക്കോട്ടെ. സാറിന് കൂടി പ്രിപ്പയർ ആവുന്ന രീതിക്ക് അങ്ങനെയാണെങ്കിൽ അവർക്ക് ആയിക്കോട്ടെ. കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുമല്ലോ. കുഴപ്പമില്ല. ഓക്കെ സർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓക്കെ. സോ മച്ച് സർ. ഇതൊരു ഓ. വാല്യുബിൾ ഇൻഫർമേഷൻ ഹലോ കുട്ടികൾക്ക് കൊടുക്കുന്ന സെഷൻ തന്നെയായിരുന്നു. പറയൂ. ഹലോ ഓക്കെ, ഷുവർ. സോറി ജിജൽ, ഇത് മണികണ്ഠനാണ്. ഞാൻ പറയൂ. ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, ആക്ച്വലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് താങ്ക്സ്. സോ ഞാനും ഷുവർ. ആക്ച്വലി ഇൻഫോ ക്യാമ്പസ്, സോറി പേരും കൂടി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഞാൻ ഓക്കെ. ഗ്രൂപ്പിലുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്ത്. എനിക്ക് റിനീഷ് സാറിന് ഒരു ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി CCI ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേറൊരു വഴിക്ക് കിട്ടിയതാണ്. ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്. ഞാൻ സിസ്കോയിലാണ് വർക്ക് ചെയ്യുന്നത്. ആണോ? സോ ഗ്രേറ്റ്. അപ്പൊ ഞാനൊരു 15 ഇയേഴ്സ് സെയിം എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഞാൻ ഓക്കെ. റനീഷ് സാറിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു എന്തോ ഡംസ് വേണമെന്നുകൊണ്ട് കോൺടാക്ട് ചെയ്താണ്. സോ സാർ എന്നെ ഓക്കെ. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം ഓക്കെ. പറഞ്ഞാൽ സാർക്കും കൂടി എന്നെ കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു. സോ ഓ, ഞാൻ ശരി. ജസ്റ്റ് ഇപ്പൊ ഷെയർ ചെയ്ത് ചോദിച്ചേ ഉള്ളൂ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന്. സോ ബിക്കോസ് ഓ. എന്താ പറഞ്ഞാൽ ആയിരിക്കും യൂസ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ബിക്കോസ് ഞാൻ ഓ. ഇപ്പൊ റീസെന്റ് April 7th എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. CCI എന്റർപ്രൈസ് ആണ്. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ ട്രബിൾ ഷൂട്ടിംഗ് ഒന്നല്ല. ഓക്കെ. സോ അത് ഓക്കെ. മാറ്റിയിട്ട് ഇപ്പൊ എന്റർപ്രൈസ് ആക്കിയിട്ടുണ്ട്. സോ ഉവ്വ. എല്ലാം നിങ്ങൾ പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ്. സോ അത് കാരണമാണ് ഞാൻ ഇംപ്രസ്ഡ് ആയിട്ട് ശരി ഞാനും പറയാം, ആർക്കെങ്കിലും ഉപകാരമായിരുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് ഇവിടുന്ന് ഓ. അഡ്വാൻറ്റേജസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ. സോ എല്ലാ സ്റ്റുഡൻസിനോട് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, സാർ പറഞ്ഞത്, സോറി നോട്ട് സാർ, ജിജിൽ. സോ ജിജിൽ. ജിജിൽ പറഞ്ഞത് കറക്റ്റ് ആണ്. സോ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. ഞാനും ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിൽ ആയിട്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഡസന്റ് മീൻ ഞാൻ ഇനിയും മുന്നോട്ട് പോകുന്നില്ല എന്നല്ല. സോ അത് നമ്മളിപ്പോ ഈ ഡംസ് പഠിക്കുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CCI കാൻഡിഡേറ്റിന് വേണ്ടത്. ബിക്കോസ് ഓൺലി എക്സാം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, CCI എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യും. ഓക്കെ. സോ ഇവിടെ ഇപ്പൊ എന്റർപ്രൈസിൽ വന്നിട്ട് ഫസ്റ്റ് 3 hours വന്നിട്ട് നമുക്ക് ഡിസൈൻ പാറ്റേൺ ആണ്. സോ ഓക്കെ. പിന്നെ സെക്കൻഡ് പാറ്റേൺ 5 hours. അതിലാണ് നമ്മുടെ SD വാൻ, പിന്നെ SD വാൻ വരും, പിന്നെ CLI പാർട്ട് വരും. അങ്ങനെ 3 മൊഡ്യൂൾസ് ആയിട്ട് വരുന്നത്. പിന്നെ സ്ക്രിപ്റ്റിംഗ് വരും. സോ ഈ 3 എണ്ണമാണ് വരുന്നത്. സോ ഇത് വെറുതെ പഠിച്ചിട്ട് ഡംസ് പഠിച്ചു. ഞാനിപ്പോ ആക്ച്വലി ഒരു 6 to 1 year ആയി എന്ന് പറയാം ഓപ്പൺ ആയിട്ട്. സോ ഞാനും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം എഴുതാൻ പോയി, അപ്പോഴേക്കും വേർഷൻ ചേഞ്ചസ് ആയെന്ന് പറഞ്ഞിട്ട് വീണ്ടും റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റീസ്കെഡ്യൂൾ പേയ്മെന്റ് പോയി. സോ എന്റെ ഒരു ഏകദേശം ഒരു 3 lakhs പോയിട്ടുണ്ട് ഇപ്പോ. സോ ഓക്കെ. ഇതൊരു ഗാംബ്ലിംഗ് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CCI എന്നുള്ളത്. സോ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ലക്കിന് ഫാക്ടർ ചെയ്തിട്ട് വേണം ജയിക്കാൻ. അതായത് നിങ്ങൾ ഡംസ് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എപ്പോഴും ഇഫ് യു ആർ ലക്കി ദെൻ ഓൺലി യു വിൽ ഗെറ്റ് എ നമ്പർ. ഓക്കെ. ആ ഡംസ് ഒരു പാസ് ആവണമെന്ന് നമ്മൾ ലക്കി ആണെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ. തീർച്ചയായിട്ടും അതെ. ഞാനിപ്പോ എക്സാമിന് പോയിട്ട് എനിക്ക് വലിയ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ, അതാണ് എനിക്ക് ആക്ച്വലി ഇവിടെ വേണ്ടി ഷെയർ ചെയ്യേണ്ടത്. ആരെങ്കിലും ഇപ്പൊ CCI എക്സാമിന് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിസൈൻ പാർട്ട്, എന്റർപ്രൈസസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതിനെ കുറിച്ച് മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിസൈൻ ആക്ച്വലി 3 hours ആണ്. സോ ഞാൻ ഡംസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഐ എം വെരി വെരി കോൺഫിഡന്റ്. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 30 minutes ഞാൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ. ദ ഫസ്റ്റ് മിസ്റ്റേക്ക്. അത് കാരണമാണ് ഞാൻ ഫെയിൽ ആയത് CCI. ഓ. സോ ആരും അങ്ങനെ ചെയ്യരുത്. മിനിമം 2.5 hours എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഡ്യുവൽ മോണിറ്റർ ഉണ്ടാവും. സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡ്യുവൽ മോണിറ്റർ വെച്ച് പ്രാക്ടീസ് ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ടെക്നിക്കൽ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് റിനി സാറിന്റെ അടുത്തോ നിങ്ങൾ ഏതെങ്കിലും സാറടുത്ത് ചോദിക്കാം. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്യുവൽ മോണിറ്റർ വെച്ച് വേണം പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ നോർമൽ കീബോർഡ് വെച്ച് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇഫ് യു ലാപ്ടോപ്പ് ആണെന്ന് പറഞ്ഞാൽ അതിൽ മാത്രം പ്രാക്ടീസ് ചെയ്യരുത്. സോ മിനിമം 3 months എടുത്തിട്ട് വേണം മൂവ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ പൈസ പോകും. ഓക്കെ. സിസ്കോന് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ ജസ്റ്റ് ഒരു ഗാംബ്ലേഴ്സ് ആണ്. സോ ഈ മോണിറ്റർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെയാണ് നമുക്ക് തരാൻ പറ്റുന്ന ടിപ്സ്. സോ അത് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉപയോഗിച്ചോളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ റെനി സാർ ഇത് പെർമിഷൻ ചോദിച്ച് പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. താങ്ക് യു എന്തെങ്കിലും വളരെ നന്ദി. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമുക്ക് അറിയുന്നത്, അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ജിജിൽ ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നത് തരാം. അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വളരെ ദിസ് നന്ദി. വളരെ ഓപ്പർച്യൂണിറ്റി. നന്ദി.
ഓക്കെ താങ്ക് യു മണി. അത് That's all. കുട്ടികൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും തോന്നുന്നു ജിതിൽ സാറിന്റെ ക്ലാസ്സിന്റെ കൂടെ തന്നെ. നമുക്ക് എന്തായാലും അങ്ങനത്തെ സെഷൻസ് ഒക്കെ ഇനിയും ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടി കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിക്ക്. എനിവേ ഇന്നത്തെ സെഷന്റെ ടൈം ഏകദേശം കഴിയാനായി. എനിവേ താങ്ക് യു സോ മച്ച് ജിജിൽ സാർ ഫോർ യുവർ താങ്ക് വാല്യുബിൾ യു. സെഷൻ. ഷുവർ. താങ്ക് യു. നമുക്ക് സാറ്റർഡേ ഒരു സെഷൻ കൂടി നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അതിന്റെ കൺവീനിയൻസ് കൂടിയിട്ട്. ഷുവർ. താങ്ക് യു. ഓക്കെ സർ. ഹാവ് എ ഗുഡ് ഡേ. ബൈ. താങ്ക് യു Thank you, sir. താങ്ക് യു സ്റ്റുഡൻസ്.